നമ്മുടെ സഹോദരങ്ങളും മാതാപിതാക്കളും ഒരുപക്ഷെ പറഞ്ഞിരിക്കാം, ഞാൻ നിങ്ങൾക്ക് അത് നേടിത്തരാം, ഇത് നേടിത്തരാം, ഞാൻ നിങ്ങളെ ഒരിക്കലും കൈവിടത്തില്ല എന്ന് പറഞ്ഞ് ഒരു വിവാഹ കർമ്മത്തിൽ പോലും മുദ്രയിട്ട് ഹല്ലേലൂയ സൈൻ ചെയ്ത് നിങ്ങളുടെ കരം പിടിച്ച് മുന്നോട്ട് നിർത്തി വഴി തള്ളിക്കളഞ്ഞ ഒരു അവസ്ഥയുണ്ടായിരിക്കാം. Amen. Hallelujah. You have been given a lot of promises from the world. I will not leave you. I will be with you till the end. And even in the marriage covenant, when you come into that, people we had seen many divorce cases happening. They have been coming to a covenant of marriage, but in the halfway through, they're leaving each other. എന്നാൽ വചനത്തിൽ വ്യക്തമായി മത്തായി സുവിശേഷം 18 ഹല്ലേലൂയ 28-20 വ്യക്തമായി കാണുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാവരോടും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന്. Amen. Hallelujah. Matthew chapter 28 verse 20. I am with you always, even unto the end of the world. Hallelujah. ഈ ലോകത്തിലുള്ളവരുടെ പ്രോമിസുകളെല്ലാം അവസാനിക്കുന്നത് ഒന്നുകിൽ അവരുടെ ശവക്കല്ലറയുടെ അരികിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ശവമഞ്ചത്തിന്റെ അടുക്കലോ ശവക്കല്ലറയുടെ അടുക്കലോ വരെ അവർ എത്തി നിന്നിട്ട് മടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ. എങ്കിലും പിതാവായ കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നു, അന്തിയോളം ലോകാവസാനത്തോളം അവൻ നിന്നെ കൈവിടത്തില്ലത്രേ, അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലത്രേ, നിന്നോട് കൂടെ സഞ്ചരിക്കുന്നവനത്രേ എന്ന്. Amen. The promises that you've been given from this world, that will be end by when you are reaching to the tomb. But His presence that He's promising us, His presence will be with us always till the very end of the world, where until the world finishes and move from this universe, His presence will be with us. ഒരുപക്ഷെ നിങ്ങളുടെ സ്നേഹം ഈ വിശ്വാസത്തിലേക്ക് നിങ്ങളെ കടത്തുവാൻ ഇടവരുത്തുന്നില്ലായിരിക്കാം. പക്ഷെ ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കുക പ്രിയ ദൈവ പൈതലേ, നമ്മുടെ വേണ്ടപ്പെട്ട പലരും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയി, പലരും ഈ ലോകത്തു നിന്ന് ഓരോ നിമിഷവും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുമെന്ന് പറഞ്ഞ പലരും ഈ പകൽക്കാലവും ഹല്ലേലൂയ ശവക്കല്ലറയുടെ അടുക്കൽ വന്നിട്ട് അവിടെ ഒരു പിള്ളി മണ്ണിട്ടിട്ട് അവർ മടങ്ങി പോകുമ്പോൾ യേശു കർത്താവ് നമ്മളോട് വാഗ്ദത്തം ചെയ്തത് ഇപ്രകാരം അത്രേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവൻ നൽകുക മാത്രമല്ല ചെയ്തത്, അവൻ നമ്മുടെ മുന്നേ നടന്നുകൊണ്ട് നമ്മുടെ ബന്ധനങ്ങളിൽ അവൻ വിടുവിച്ച, അവൻ നമ്മുടെ മുന്നേ നടന്ന് അവൻ നമുക്ക് വേണ്ടി ജീവൻ നകർന്ന്, അത് കാൽവറയിൽ അവൻ നമുക്ക് വേണ്ടി അവന്റെ ജീവനെ പകർന്ന്, അവൻ മരിച്ചുയർക്കപ്പെട്ട, അവൻ അനേകായിരങ്ങളിൽ മരിക്കപ്പെട്ട് തള്ളപ്പെട്ടവനെ പോലെ അല്ല ദൈവ പൈതലെ, അവൻ ഉയർക്കപ്പെട്ട പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് എനിക്കും നിനക്കും വേണ്ടി വാദപ്രതിവാദം ചെയ്ത അന്തിയോളം കൈവിടാതെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ദൈവമുണ്ട് എങ്കിൽ അത് നമ്മുടെ യേശു മാത്രമത്രേ. Hallelujah. Hallelujah. He's not a God who ends His relationship with us and when you reach to the tomb or in the coffin box. He's a God who is always with us. He's a God who died for you and resurrected for you. He has ascended to the heaven to His Father. He's still sitting there and He's very alert. The heaven is very alert about everything happening in your life and anything that you're facing. The heaven will come down and His favor will come down to you and protect you as He has promised. Hallelujah.